ആയിരിക്കും ആ പാരലൈൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് 5y = എന്താണ് 8x - 5 ആണ്. ഇതെന്താണ് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ഫോം അല്ല. അപ്പോൾ നമുക്ക് അതിലോട്ടാക്കാം. ഈ 5y അപ്പുറത്ത് പോട്ടെ, 5y അപ്പുറത്ത് പോയിട്ട് -y ഇപ്പുറത്തോട്ട് വരട്ടെ. അപ്പോൾ എന്താവും? -y ഇപ്പുറത്ത് വരുമ്പോൾ എന്താവൂടാ? +5 ആവും. അപ്പുറത്ത് 8x ഉണ്ട്. ഈ +5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -5y. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. 8x - 5y = 5. ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷനിലെ നമുക്ക് ഇതിന് പാരലായിട്ടുള്ള ഇക്വേഷനാണ് വേണ്ടത്. ഇതിന് പാരലായിട്ടുള്ള ലൈനാണ്. അതുപോലെ ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്ടാ? -3, -6 എന്ന് പറയുന്ന ആ ഒരു പോയിന്റുമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കെ വേണ്ടേ? അപ്പോൾ ഇവിടെ കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? as + by = +k അപ്പുറത്ത് -k ആണേ. പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ എന്തെന്ന് എടുക്കുകയാണ്? അങ്ങ് കെ ആയിട്ട് തന്നെ എന്താണ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം. ഏതാണ്ടാ? -3, -6 എന്നറിയാം. അപ്പോൾ നമുക്കെടുക്കാം ax + by = k ആണല്ലേ. അപ്പോൾ എ കാര്യം തന്നെയാണ്, 8ഉം 5 ഒക്കെ തന്നെയാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് -3 ആണ്.